പറ്റി പ്രതിഭാഗയുടെ മോൻ പോളിടെക്നിക് പഠിക്കുക, കുട്ടികൾ കൂട്ടുകൂടത്തില്ല. ഒരു വർത്തമാനം പറഞ്ഞു, ആരാണ്ട് വന്ന് പിടിച്ചു. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല. ആ എഫ്ഐആറൊക്കെ ഞാൻ വായിച്ചു. അതില് പുക വലിച്ചു. ഞാനും പുക വലിക്കുന്നതിനാണ് വല്ലപ്പോഴും റിസൾട്ട് പേടിയെന്ന് പറയുന്നത്. അല്ല സജി സാറേ, ഈ സജി സാറിന്റെ ഓരോ തമാശകള് സാറേ. ഇത് ആ ചെറുക്കനെ പിടിച്ചത് സിഗരറ്റ് വലിച്ചതിന് 500 രൂപ പെറ്റിയല്ല, കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് തന്നെയാണ്. അത് കഞ്ചാവ് കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. സാർ ഏത് എഫ്ഐആർ വായിച്ചപ്പോഴാണ് ഇത് കാണാഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആദ്യം 90 ആയിരുന്നു, പിന്നെ 10 ആയി, പിന്നെ 3 ഗ്രാമായി, പിന്നെ 1 ഗ്രാമായി. ഇതൊക്കെ ഏത് മാജിക്കാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എഫ്ഐആറിൽ എത്ര ഗ്രാമാണെന്നുള്ളതിൽ മാത്രമേ എനിക്കൊരു സംശയമുള്ളൂ. പൊന്നു സാറേ, കൂട്ടുകാർ വിളിക്കുമ്പോൾ പോകുമ്പോഴും ഒക്കെ തന്നെയാണ് ഓരോ ആളുകൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടുപോകുന്നത്. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏതോ ഒരു യൂട്യൂബറിന്റെ പേരും പറഞ്ഞുകൊണ്ട് കുറെ മാധ്യമങ്ങളെല്ലാം കൂടി ഇവിടെ കിടന്നിട്ട് ഘോരം പ്രസംഗിച്ചായിരുന്നല്ലോ. ആ സംഭവം നടന്ന സ്ഥലത്ത് പോലും ഇല്ലാത്ത യൂട്യൂബറിന്റെ പേര് വെച്ചിട്ടല്ലേ അവരെല്ലാവരും വാർത്ത കൊടുത്തത്. MLA മോനാണെങ്കിലും കേസ് തന്നെയല്ലേ, വെളുപ്പിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലേ? അപ്പൊ ഈ കഞ്ചാവ് വലിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് നമുക്കൊരു പണി ചെയ്യാം. ബീവറേജ് വഴി കഞ്ചാവും കൂടെ അങ്ങോട്ട് വിൽപ്പന നടത്തിയാലോ? എങ്ങനെ ഉണ്ടാവും? സർക്കാരിന്റെ ഖജനാവും നിറയും.